സംഗീത അനൗൺസ് ചെയ്ത് പറഞ്ഞോളൂ മോളെ. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർസൗഖ്യത്തിന്റെ 322 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി മേഘാശ്രീ. ഭജന പാടുന്നത് മിസ് ഇന്ദുലേഖ ആണ്. മേഘാശ്രീ 3 ഓംകാരവും 3 സായിഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചോളൂ. സായിരാം. എവിടെ മേഘ? മേഘശ്രീ കേറുന്നുണ്ട്. മേഘ ഓൺ ചെയ്തോളൂ വീഡിയോ. വായിച്ചോളൂ മോളെ. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. അധ്യായം 32 സ്വധാമത്തിലേക്ക്. ഭഗവാന്റെ സ്വധാമത്തിലേക്കുള്ള മടക്കമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. തന്റെ അവതാര ദൗത്യത്തിൽ സഹായിക്കുന്നതിനായി വനരൂപേണ അവതരിച്ച ദേവന്മാർക്കും മഹാലക്ഷ്മിയായ സീതാദേവിക്കും അനന്തനാഗമായ ലക്ഷ്മണനും ചക്രങ്ങളായ ഭരത ശത്രുഘ്നന്മാർക്കും മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഭഗവാൻ തന്റെ മനോഹരവും സാധുജന പോഷണവും ധർമ്മ സംസ്ഥാപനവും ആധർമ്മ ധ്വംസനവുമായ മഹാനാടകത്തിന് തിരശീല ഇടുവാൻ തീരുമാനിക്കുന്നു. ആ ഹൃദയഹാരി പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീ സത്യസായി ബാബ സുദീർഘവും അതിസുന്ദരവും ഗഹനവും ശ്രീരാമ എന്ന ഗ്രന്ഥം ഉപസംഹരിക്കുന്നു. സത്യസായി ബാബ നൽകുന്ന വിസ്തരിച്ചുള്ള വിവരണങ്ങൾ മായാത്ത വാഗ്മയ ചിത്രമാണ് അനുവാചകർക്ക് നൽകുന്നത്. സ്വാമിക്കു മാത്രം സാധിക്കുന്ന രീതിയിൽ വേദോപനിഷത്ത് പ്രോക്തങ്ങളായ അനേകം തത്വങ്ങൾ കഥാങ്ങളുടെ സമ്പത്തിൽ നമ്മെ ഉപദേശിക്കുന്നു. ലവകുശന്മാർ തന്റെ മുന്നിലേക്ക് ആനയിച്ച
വാനരന്മാരോടു വേഷഭൂഷാദികൾ കണ്ട് സീതാദേവി ആ സമയത്ത് വാത്മീകി മഹർഷി കുട്ടികളുടെ അവിവേക വൃത്തി കണ്ട് അവരെ ശാസിക്കുന്നു. അദ്ദേഹം ഹനുമാനും ജാംബവനും ഉൾപ്പെടെ എല്ലാവരുടെയും കെട്ടുകൾ അഴിച്ചുവിടാൻ അവർ രാമലക്ഷ്മണന്മാരെയും ഭരത് ശത്രുഘ്നന്മാരെയും സീതയെ അറിയിക്കുന്നു. ഒരു കാര്യം ചെയ്യും മോളെ, വീഡിയോ ഓഫ് ചെയ്തിട്ട് വായിച്ചോളൂ. സീതാദേവി ഈ വിവരം അറിഞ്ഞ് ഞെട്ടിപ്പോയി. കുഞ്ഞുങ്ങൾ വംശത്തിന് കളങ്കം വരുത്തിയല്ലോ എന്ന് പരിതാപിക്കുന്നു. തനിക്കിനി ജീവിക്കാൻ സാധിക്കില്ലെന്നും സീത സതിവ്രതത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവാൻ ദേവി അപേക്ഷിക്കുന്നു. സീതയെ സാന്ത്വനിപ്പിച്ച ശേഷം മഹർഷി ലവകുശന്മാരോടൊപ്പം പടക്കളത്തിലേക്ക് പോയി. അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം അന്തം വിട്ടു. ശ്രീരാമ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തന്റെ ജീവിതം സഫലമായി എന്നും താൻ അനുഗ്രഹീതനായി എന്നും പറയുന്നു. അനന്തരം സീതാദേവിയെ കാട്ടിൽ കണ്ടുമുട്ടിയത് തൊട്ടുള്ള സംഭവങ്ങൾ എല്ലാം ശ്രീരാമനെ അറിയിക്കുന്നു. പഞ്ചഭുജങ്ങളെ സാക്ഷിയാക്കി ലവകുശന്മാർ ശ്രീരാമ പുത്രന്മാരാണെന്ന് സത്യം വെളിപ്പെടുത്തുന്നു. ശ്രീരാമൻ സീതയുടെ സമീപത്തേക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞു വരാൻ പറയുന്നു. ശ്രീരാമന്റെ അഭിഷ്ടം അതാണെങ്കിൽ തന്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ താൻ സന്നദ്ധനാണെന്ന് ദേവി പറയുന്നു. ലക്ഷ്മണന്റെയൊപ്പം രാമർ സവിധത്തിലെത്തിയ സീതാദേവി സത്യപ്രസ്താവന ചെയ്തു. ഈശ്വരന്മാരെയും പഞ്ചഭൂതങ്ങളെയും അഭിസംബോധന ചെയ്ത ശേഷം താൻ സ്വപ്നത്തിൽ പോലും ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രാമനെയല്ലാതെ മറ്റാരെക്കുറിച്ചും ചിന്തിക്ക പോലും ചെയ്തിട്ടില്ലെങ്കിൽ ദേവി തന്റെ പുത്രിയായ തന്നെ സ്വീകരിക്കട്ടെ എന്ന് പറയുന്നു. പൊടുന്നനെ സീത നിന്നിരുന്ന സ്ഥലത്തെ ഭൂമി ഒരു മുഴക്കത്തോടെ പിളർന്നു. ദിവ്യ സിംഹാസനത്തിൽ ഉപവിഷ്ടയായ ഭൂമിദേവി തൃക്കരങ്ങൾ നീട്ടി സീതാദേവിയെ പൊക്കിയെടുത്ത് മടിത്തട്ടിൽ ഇരുത്തി. അപ്രത്യക്ഷയായി ദുഃഖപുത്രിയായ അഭിനയിച്ചു. ആപതി വ്രതനം സ്വധാമത്തിലേക്കു പോയി. സഹോദരന്മാർ കണ്ണീർ പൊഴിക്കുന്നത് കണ്ട് രാമനും തന്റെ ഭാഗം അഭിനയിച്ചു. സീത എന്നും തന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും തനിക്കും സ്വധാമത്തിലേക്ക് മടങ്ങുവാൻ സമയമായി എന്നും ശ്രീരാമൻ തീരുമാനിക്കുന്നു. എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങി. തന്റെ യോഗം പൂർത്തിയാക്കിയ ശേഷം പുത്രന്മാരെ ജനക മഹാരാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ജ്ഞാനിയായിരുന്ന രാജാവിന് സീതയുടെ ദിവ്യത്വം
അറിയാമായിരുന്നു. ദിവ്യ സൃഷ്ടിയിലൂടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന അദ്ദേഹത്തിന് ഈശ്വര സങ്കല്പമനുസരിച്ചാണ് എല്ലാം നടക്കുന്നതെന്ന് മനസ്സിലായി. ശ്രീരാമൻ ലവകുശന്മാർക്ക് സാമ്രാജ്യഭരണം നടത്തുന്നതിനുള്ള ഉപദേശങ്ങൾ നൽകി. ഭരതന്റെ പുത്രന്മാരായ തക്ഷനെയും പുഷ്കരനെയും യഥാക്രമം ദക്ഷിണ രാജ്യത്തിന്റെയും പുഷ്കര രാജ്യത്തിന്റെയും ആധിപത്യം നൽകി. ലക്ഷ്മണപുത്രന്മാരായ ചിത്രകേതുവിനെയും ചിത്രാംഗദയെയും വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തിന്റെ ആധിപത്യം നൽകി. ലവപുരം, അതായത് ഇന്നത്തെ ലാഹോർ, ആയിരുന്നു ലവന്റെ തലസ്ഥാനം. ശത്രുഘ്നന്റെ പുത്രന്മാരായിരുന്ന സുബാഹുവിനും ശത്രുഘടിക്കും മധുപുരം, വിദിശ എന്നീ രാജ്യങ്ങൾ നൽകപ്പെട്ടു. ശ്രീരാമൻ സ്വധാമത്തിലേക്കു മടങ്ങാൻ ആലോചിക്കുകയാണെന്ന കാര്യം അയോധ്യാവാസികൾ അറിഞ്ഞു. തങ്ങളെ കൂടി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർ ശ്രീരാമനോട് അപേക്ഷിച്ചു. ഇതിനിടയിൽ രാമനാൽ പരിത്യക്തനായ ലക്ഷ്മണൻ അവരെല്ലാവരെയും നയിച്ചു. തന്റെ സ്വരൂപമായ അനന്തനാഗമായി മടങ്ങി രാമനാമം പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തജന സംരക്ഷണം ചെയ്തുകൊണ്ട് ചിരഞ്ജീവിയായി വാഴുവാൻ ഹനുമാനെ അനുഗ്രഹിച്ചു. ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോയി കിഷ്കിന്ധ രാജ്യം അംഗദനു നൽകി. വിഭീഷണനോട് ലങ്കയിൽ ഭരണം നടത്തിയ ശേഷം ഭഗവാൻ സന്നിധിയിലെത്താമെന്ന് ശ്രീരാമൻ പറഞ്ഞു. ദ്വാപരയുഗത്തിൽ താൻ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ജാംബവനുമായി യുദ്ധം ചെയ്യുമെന്നും ഇപ്പോഴത്തെ പോലെ അന്നും ഭഗവത് തത്വം ജാംബവൻ മനസ്സിലാക്കുമെന്നും അനുഗ്രഹിച്ചു. രാമാവതാരത്തിന്റെ പൂർത്തീകരണത്തിനായി ജനിച്ച ദേവാംശബുധരായിരുന്ന സുഗ്രീവൻ, നളൻ, നീലൻ തുടങ്ങിയ വാനരന്മാരെല്ലാവരും ശ്രീരാമസന്നിധിയിലെത്തി. ഭരതനെ തന്റെ വലതുഭാഗത്തും ശത്രുഘ്നനെ തന്റെ ഇടതുഭാഗത്തും ചേർത്തു പിടിച്ച് ശ്രീരാമൻ സരയൂ നദീതീരത്തേക്ക് നടന്നു. അയോധ്യാവാസികൾ അവരെ അനുഗമിച്ചു. എല്ലാവരും സരയൂ നദിയിൽ പ്രവേശിച്ച് ഭഗവാൻ പാദം പ്രാപിച്ചു. ഈ പുണ്യഭൂമിയിൽ വരുന്നവർക്കും ഈ പുണ്യ സരയൂ നദിയിൽ സ്നാനം ചെയ്യുന്നവർക്കും എന്നിലെത്തിച്ചേരാനാകും ശ്രീരാമൻ അരുളി. അങ്ങനെ 11 വർഷത്തിലധികം ഭൂമിയിൽ അരങ്ങേറിയ മഹാനാടകത്തിന് തിരശീല വീണു. ശ്രീ സീത ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സേവിത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ജയ് സായിറാം.
ഭഗവാന്റെ വെച്ചോളൂ മോളെ. ఒక్కొక్క వ్యక్తి కూడాను తన చూపులు, తన శ్రవణము, తన పలుకులు ఎంత కంట్రోల్లో పెట్టుకుని ఉండేటువంటి వారు యోచించుకోవచ్చు. If you go through the history, you will certainly know how our ancients had a full control over their outlooks, the audition and the words they uttered. ఒక చిన్న ఉదాహరణము, A small example. శివధనస్సు విరిచిన తరువాత After breaking that Sivadhanasu, శ్రీరామచంద్రుకు సీతనిచ్చి వివాహం చేసేదానికి సిద్ధమయ్యాడు జనక మహారాజు. the Emperor Janaka was ready to offer Sita in marriage to Sri Rama. కానీ దానికి పూర్వము ఒక్క క్షణమైన కూడాను, ఒక్క నిమిషమైన కూడాను సీతను రామును చూచి ఎరుగడు. Prior to the marriage, Rama did not look at Sita even for a second. వివాహమయ్యే పూర్వం అంతా కూడాను ఆమె పరస్త్రీని కన్నెత్తి చూడకూడదు అనేటువంటిదే శ్రీరామచంద్రు యొక్క శీలం యొక్క పవిత్రత. Before the marriage, one should not look at the face of any woman. This is the main quality of the character of Rama. దీని బాధ్యత తల్లిదండ్రులు చూసుకుంటారు. And this marriage is the responsibility of the parents. చూడకూడదని ఉన్నాడు. He just remained quiet. పెళ్లి పీటల పైన కూర్చున్నారు. They sat there near the altar. తిరిగి ఒకరికొకరు మంగళసూత్రం కట్టేక ముందుగా లేచి నిల్చుకున్నారు. They just got up to tie this sacred knot. సీత ఎడమ భాగంలో ఉంటున్నప్పుడు రామును కుడివైపును చూస్తూ ఉన్నాడు. When Sita was on the left side, Rama was looking towards the right side. ప్రక్కనే ఉండినటువంటి ఒక జనక మహారాజు చెప్తాడు, Janaka, king, though he was there, he రామ started telling, ఇయం సీత, సీత ఇక్కడ ఉన్నది నీ ఎక్కడో చూస్తున్నావన్నాడు. King Janaka tells, here is Sita, you are looking somewhere else. అనేక పర్యాయం ఇయం సీత, రామ ఇయం సీత. He went on telling repeatedly, Rama, here is Sita. ఏమాత్రము తాను లెక్క చేయలేదు. And Rama didn't hear all కారణం this. ఏమిటి? What's the reason? ఇంకా మంగళసూత్రం కట్టలేదు. And he has not yet tied that sacred ఆ knot. స్త్రీని మనం చూడకూడదు. He should not look at that lady. ఇలాంటి ఆదర్శాన్ని జగత్తునికంతా అందించినటువంటి వాడు చరిత్ర పురుషుడు రామచంద్రుడు. This was the ideal propagated, demonstrated to the world by ఆ Ramachandra. సోదరులు అందరూ కూడా ఆ విధంగానే ప్రవర్తించారు. All brothers behaved likewise. శ్రీరామునితో లక్ష్మణుడు అరణ్యములకు బయలుదేరి వెళ్ళాడు. Lakshmana followed Rama to the forest. ఒక దినము 2 దినములు కాదు, Not for a day or two. 14 సంవత్సరములు 14 years of time he spent with him. వీరి వెంట సీత కూడా ఉంటుండాలి. Sita also was there in their company. సీత చాలా యువకురాలు. Sita was quite young at the time. 18 సంవత్సరముల వయస్సు. She was aged 18. అలాంటి వయసు లోపల At that age, 20 సంవత్సరములు కలిగినటువంటి ఒక రామలక్ష్మణులు వెంటనే ఉంటున్నప్పుడు Rama, Lakshmana, who were aged 20 at that ఈ time, 14 సంవత్సరంలో ఒక్క క్షణమైన కూడా సీత ముఖం చూచి ఎరుగడు లక్ష్మణుడు. Lakshmana did not look at the face of Sita all these 14 years, even for a second. సీతను రావణుడు తీసుకొని పోయిన తర్వాత When Sita was abducted by Ravana, లక్ష్మణుడు రాములు వెతుక్కుంటూ వెళుతున్నారు. Lakshmana and Rama went on in search of Sita. కానీ ఒక పర్వతం పైన On a mountain, సుగ్రీవుడు హనుమంతుడు ఉండేటువంటి వారు. on a mountain top, Sugriva, Hanuman were ఆ present. జన సమూహం అనేటువంటి దాన్ని చూసి సీత తన నగలంతా మూట కట్టి ఆ యొక్క కొండ పైన వదిలిపోయింది. Watching number of people over there, Sita dropped the bundle of her jewels. సీతాన్వేషణ నిమిత్తమై పోతున్నటువంటి సమయంలో సుగ్రీవుడు వారికి స్నేహమయ్యాడు. When they were in search of Sita, and they had friendship with Sugriva at that time. వీరి యొక్క చరిత్రనంతా కూడా సుగ్రీవునికి చెప్పాడు. సీతను తీసుకుని పోయారు ఎవరో, వారిని వెతకడానికి మేము పోయాము, నీ సహాయం నాకు అత్యవసరం అన్నారు. They told everything to Sugriva, telling that how Sita was abducted by Ravana and that they were in search of Sita. ఆ మాట విన్న తక్షణమే సుగ్రీవుడు ఒక మూటను తెచ్చి పెట్టాడు. ఈ నగలు ఎవరివి, ఆ సీతమ్మవేనా చూడండి. Having heard this, Sugriva brought that bundle of jewels and asked them to verify whether they belong రాములు to her. కూడా భార్య యొక్క నగలు ఏమిటో తెలియదు. Rama also is not aware of the jewels of Sita. అప్పుడు లక్ష్మణుని ముందు పెట్టాడు. Then they were placed in front of Lakshmana. లక్ష్మణ, Lakshmana, ఈ నగలు మీ వదినవేనా చూడమన్నాడు. do these jewels belong to your sister-in-law Sita? ఇప్పుడు చెప్తాడు అతను, Then he said, ఈ కంఠహారం ఎవరివో నాకు తెలియదు, I don't know the necklace to whom it belongs to. ఈ యొక్క కంకణములు ఎవరివో నాకు తెలియదు, I don't know the bangles to whom they belong. కానీ కాలి అందులు మాత్రము సీతవే, అది నాకు చక్కగా తెలుసు అన్నాడు. But I know that anklets she wear
that they belong to Sita. ఈ అందలు మాత్రం నీకెట్ట తెలుసు అన్నారు. And he asked, how do you know that anklets belong to Sita? నిత్యము పాదాభివందనం, ఆయన దినము కూడా నేను పాదాభివందనం చేసేటువంటి వాడిని, అందువల్ల ఆ యొక్క పాదముల పైన ఈ నగలు ఉన్నది చూచాను. As I offer my prayer, do namaskar to her lotus feet every day, I could identify 14 that. సంవత్సరములు అరణ్యంలో ఉండినప్పటికీ ఒక్క క్షణమైన కూడాను సీత ముఖం చూచి ఎరుగడు లక్ష్మణుడు. Lakshmana, although he was there for 14 years in the forest, he never looked at her face even once. ఈ విధమైనటువంటి యొక్క శీలమును పోషించుకుంటూ రావటం చేతనే ఆనాటి చరిత్రకారులందరూ కూడాను ఈనాడు ఆదర్శమైనటువంటి పురుషులుగా రూపొందుతూ వచ్చారు. Because of their perfect character then, they are still remembered even this day. కనుక మనము దివ్యమైనటువంటి యొక్క జీవితానికి కాంతినిచ్చేటువంటి యొక్క జీవితానికి ఒక విధమైనటువంటి కళనిచ్చేటువంటి యొక్క జీవితానికి శాంతి కిరీటమైనటువంటి యొక్క ఈ శీలాన్ని మనం ఈనాడు కాపాడుకోవాలి. So for this beautiful novel divine life that gives all the brilliance and effulgence and the crown of peace, we have to protect, safeguard our character. స్త్రీలు కానీ పురుషులు కానీ ఈ క్యారెక్టర్ అనేటువంటి దాన్ని ప్రాణ సమానంగా తీసుకోవాలి. No matter they're women or men, they have to consider character as their very life. സായിരാം, ശ്രീ ശശി മാഷെ പാടിക്കോളൂ. ശശിധരൻ സാറ് പാടിക്കോളൂ. സായിരാം സായിരാം. राम 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 परम सुमंगल राम 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 परम सुमंगल राम 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 जननी जानकी जीवन राम जननी जानकी जीवन राम साई राम जयतु रामा परम सुमंगल राम 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 परम सुमंगल राम 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 परम सुमंगल राम 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 जननी जानकी जीवन राम जय जय राम साई राम जयतु रामा परम सुमंगल राम 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 जय परम सुमंगल राम 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 परम सुमंगल राम 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 साईराम. ഓം ശ്രീ സായിരാം. അധ്യായം 32 സ്വധാമത്തിലേക്ക് നമുക്ക് അതിന്റെ ക്വിസ് ഒന്ന് നോക്കാം. വാനരന്മാരെയും മറ്റും കണ്ടപ്പോൾ സീതയുടെ പ്രതികരണം എന്തായിരുന്നു? സത്യഭാമ ഇല്ല. ജാനകി ദേവി അമ്പരന്ന് പോയി അവരുടെ വസ്ത്രധാരണം. വാത്മീയ മഹർഷി എന്ത് ചെയ്തു? അവരുടെ എല്ലാം കെട്ടടിച്ച് വിട്ടു. അതെ. കുശലവന്മാരോടൊപ്പം പോയ വാത്മീകി മഹർഷി എന്ത് ചെയ്തു? ശ്രീരാമന്റെ പേരും കൊടിയും തിരിച്ചറിഞ്ഞു. ലവകുശന്മാർ ശ്രീരാമന്റെ മക്കളാണെന്ന് പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞു. സീതയുടെ പ്രതിജ്ഞ എന്തായിരുന്നു? എന്റെ സ്വപ്നത്തിൽ പോലും ചെയ്തിട്ടില്ല എന്ന പ്രതിജ്ഞ. അതായത് സീതയുടെ പ്രതിജ്ഞ സതീവ്രതം അനുഷ്ഠിക്കുന്നു എന്നതായിരുന്നു. ലക്ഷ്മണനെ അനുഗമിച്ച് രാമന്റെ സന്നിധിയിലെത്തിയ സീത എന്ത് ചെയ്തു? അവിടെയാണ് പറയുന്നത്, ഈശ്വരന്മാരെ, പഞ്ചഭൂതങ്ങളെ, ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും മനസ്സിലും സംസാരത്തിലും ശരീരത്തിലും പ്രവൃത്തിയിലും രാമനെ അല്ലാതെ മറ്റാരെയും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അമ്മേ ഭൂമിദേവി, ഈ മകളെ നിന്നിൽ ലയിപ്പിച്ചാലും. അപ്പോൾ എന്തുണ്ടായി?
ഭൂമി പിളർന്ന് ഭൂമി പിളർന്ന് സീതയെ സ്വീകരിച്ചു. അതെ, ഭൂമി ദേവി പ്രത്യക്ഷപ്പെട്ട് സീതയെ മടിയിലിരുത്തി അപ്രത്യക്ഷയായി. ശ്രീരാമൻ എന്ത് തീരുമാനിച്ചു? ശ്രീരാമനും കുട്ടികളെ കൊണ്ട് ശ്രീരാമൻ സീത തന്റെ അഭീഷ്ടമനുസരിച്ചാണ് എപ്പോഴും പെരുമാറുക എന്ന് അനൗൺസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു സ്വധാമമായ വൈകുണ്ഠത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. നടന്ന സംഭവങ്ങൾ ജനക മഹാരാജാവിന് അമ്പരപ്പൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടാണിത്? എല്ലാ കാര്യങ്ങളും ജ്ഞാനദൃഷ്ടിയിൽ അറിയാമായിരുന്നു. അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു. ജ്ഞാനദൃഷ്ടിയുള്ളൊരു ജനക മഹാരാജ രാജർഷിയായിരുന്നു, തപസ്വിയായിരുന്നു, രാജാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സീതാദേവി ദിവ്യ അവതാരമാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു സംഭവത്തിലും എല്ലാം തന്നെ ഈശ്വര നിശ്ചയമാണ്, ഈശ്വരന്റെ പദ്ധതിയാണ് എന്നറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അമ്പരപ്പും ഉണ്ടായില്ല. ശ്രീരാമൻ അതിനുശേഷം എന്ത് ചെയ്തു? പുത്രന്മാരെ ലവകുശന്മാരെ ആചാരപ്രകാരം ഭരണം നടത്തുവാൻ നിയോഗിച്ചു. ഭരതന്റെ പുത്രന്മാരായ തക്ഷനും ദക്ഷരാജ്യവും പുഷ്കരന് പുഷ്കര രാജ്യവും നൽകി. ലക്ഷ്മണന്റെ മക്കളായ ചിത്രകേതുവിനും ചിത്രാംഗദനും വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തിന്റെ ആധിപത്യം നൽകി. കുശനെ അയോധ്യയിലും ഉത്തർപ്രദേശിന്റെ അധിപതിയായും വാഴിച്ചു. ലവപുരം എന്ന സ്ഥലമായിരുന്നു ലവന്റെ ആസ്ഥാനം. ലവന്റെ ആസ്ഥാനമായ ലവപുരത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ലാഹോർ. ശ്രീരാമൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അയോധ്യാവാസികൾ എന്തു ചെയ്തു? അവരെ കൂടെ ശ്രീരാമനെ പിന്തുടർന്നു. തങ്ങളെ കൂടെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അപേക്ഷിക്കുകയും ശ്രീരാമൻ അത് സമ്മതിക്കുകയും ചെയ്തു. ലക്ഷ്മണനാണ് അവരെ എല്ലാവരെയും നയിച്ചുകൊണ്ട് പോയത്. ശ്രീരാമൻ ജാമ്പവാനോടും വിഭീഷണനോടും എന്താണ് പറഞ്ഞത്? ജന്മത്തില് മനസ്സിലാവും ഒരു വാഗ്ദാനം കൊടുത്തു. കൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ താനുമായി മല്ലയുദ്ധം ചെയ്യുമെന്നും അപ്പോൾ ശ്രീരാമനും കൃഷ്ണനും ഒക്കെ ഒന്നാണെന്ന് മനസ്സിലാവുമെന്നും പറഞ്ഞു. ഹനുമാൻ എന്ത് സംഭവിച്ചു? ഹനുമാൻ ചിരഞ്ജീവിയായിട്ട് ഹിമാലയത്തിലേക്ക് പോയി. രാമനാമം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ചിരഞ്ജീവിയായി തപസ്സിലിരിക്കുവാനും രാമഭക്തന്മാരെ സംരക്ഷിക്കുവാനും ഭഗവാൻ പറഞ്ഞു. എങ്ങനെയാണ് ശ്രീരാമനും ഭരതശത്രുഘ്നന്മാരും വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയത്? സരയൂ നദിയില്. ഭരതനെ വലതു ഭാഗത്തും ശത്രുഘ്നെ ഇടതു ഭാഗത്തും നിർത്തിക്കൊണ്ട് സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് പോയത്. അവസാനം അവതാര ലീല അവസാനിപ്പിക്കുമ്പോൾ രാമദേവൻ എന്താണ് അരുളിയത്? പുണ്യഭൂമിയിൽ ഈ സരയൂ നദിയിൽ വരുന്നവർക്കും ഇതിൽ കുളിക്കുന്നവർക്കും എന്നിൽ എത്തിച്ചേരാനാവും വാഗ്ദാനം. അയോധ്യ എന്ന പുണ്യഭൂമിയിൽ വരുന്നവർക്കും പുണ്യ സരയൂ നദിയിൽ സ്നാനം ചെയ്യുന്നവർക്കും എന്നിൽ എത്തിച്ചേരാനാകും എന്ന് പറഞ്ഞു. അതായത് അതോടുകൂടി നമ്മളുടെ 32 അധ്യായത്തിലെ ക്വിസ് അവസാനിക്കുകയാണ്. ഭഗവാൻ അന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ന് നമ്മൾ അയോധ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയോധ്യ പൂർവ്വസ്ഥിതിയിൽ അതിൻ്റെ സർവ ഐശ്വര്യത്തോടു കൂടി ഇന്ന് നിലനിൽക്കുന്നത് നമുക്ക് കാണാനാകും. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് ഇന്ന് നമ്മുടെ യുവജനങ്ങൾ, കാസർഗോഡിലെ യുവജനങ്ങൾ 32 പേരും 3-4 ബാലവികാസ് കുട്ടികളോട് ചേർന്ന് 32 ദിവസം 32 പേരാണ് വായിച്ചത്. അത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അവരുടെ കോർഡിനേറ്റേഴ്സായ പ്രേമസായിയും സങ്കീർത്തനയും പുട്ടപ്പർത്തിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഹോസ്റ്റായ സംഗീത ശിവപ്രസാദാണ് ഭഗവാൻ പാതാരവിന്ദങ്ങളിൽ അവരുടെ ഈ സേവനം, അതായത് 32 ദിവസത്തെ സാധന സമർപ്പിക്കുവാൻ പോകുന്നത്. സംഗീത മോള് തുടങ്ങിക്കോളൂ. സായിരാം.
ഓം ശ്രീ സായിരാം. രാമായണ മാസത്തിൽ 32 യോജനങ്ങൾ രാമകഥാ രസവാഹിനിയുടെ 32 സംഗ്രഹം 32 ദിവസങ്ങളിൽ വായിക്കുകയും ഭജന പാടുകയും ചെയ്തത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. കാസർഗോഡ് യൂത്ത് ഇൻചാർജായ ശ്രീ പ്രേംസായിയും മിസ് സങ്കീർത്തനയും പുട്ടപർത്തിയിൽ പോയിരിക്കുന്നതിനാൽ ഈ പരിപാടി സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. ഞാൻ സംഗീത ശിവപ്രസാദ്. വിനയത്തോടെ, ഭക്തിയോടെ, അതിലേറെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ കാസർഗോഡിലെ യുവജനങ്ങളുടെ ഈ സേവാനുപഹാരം സ്വാമിയുടെ ജന്മശതാബ്ദിയുടെ ഈ വേളയിൽ സ്വാമിയുടെ ചരണാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാ യുവജനങ്ങൾക്കും, വത്സല ആന്റിക്കും, സതീശ മാഷയ്ക്കും എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. മാഷ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സായിരാം. സതീഷ് മാഷ്. സായിരാം. എന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യും. അല്ല, വീഡിയോ വർക്ക് ചെയ്യുന്നില്ല മാം. എന്റെ ക്യാമറ എന്തോ പ്രശ്നം. അപ്പോ ഇത് വാസ്തവത്തില് ഇത് 3ാമത്തെ തവണയാണ് കാസർഗോഡ് യുവജനങ്ങള് ഇങ്ങനെ രാമായണ മാസത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ തവണ രാമകഥ രസവാഹിനി തന്നെ അവർ വായിക്കാൻ നോക്കി. അത് 15-20 മിനിറ്റോടൊന്നും തീരില്ല നമുക്കറിയാം. എന്നാലും ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. 2ാമത്തെ തവണ ഇപ്പോൾ വത്സല മാമിന്റെ സഹായം ഉണ്ടായിരുന്നു. 3ാമത്തെ തവണ വളരെ നന്നായി. കാരണം സംഗ്രഹം തന്നെയാണ് അവർ വായിച്ചത്. അത് കാരണം 15 മിനിറ്റ് കൊണ്ട് വായിക്കാൻ കഴിഞ്ഞു. അപ്പൊ 3 വർഷം തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ രാമായണ മാസം വായിച്ച് ഭഗവാൻ അർപ്പിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒരു വളരെ സാർത്ഥകമായ ഒരു കാര്യമാണ് നടന്നത്. കൂടുതൽ നന്നായിട്ട് നമ്മൾ അടുത്ത തവണ ചെയ്യാം. ഈ വർഷത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ഭഗവാന്റെ 100ാം ജന്മദിനം കൂടെയാണ്. അപ്പൊ ഇതിന് പങ്കെടുത്ത എല്ലാ യുവജനങ്ങളെയും, അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് കൊടുത്ത ബാലവികാസ് ഗുരുക്കളൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ശൈലജയൊക്കെ വളരെ ആത്മാർത്ഥതയോടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ. എല്ലാത്തിലുപരി വത്സല മാമിന്റെ സംഗ്രഹമാണ്. അതിപ്പോ ശരിക്കും ബുക്കായി വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ ഈ കോപ്പിയാണ്, PDF ആണ് ഈ കുട്ടികൾ വായിച്ചത്. അത് വളരെ നന്നായിട്ട് കുട്ടികൾ ചെയ്തു. അപ്പോ ഈവൻ ഇന്ന് വായിച്ച കുട്ടി പോലും കന്നഡ കുട്ടിയാണെന്ന് തോന്നുന്നു. എന്നിട്ട് പോലും മലയാളം അതിന് പറ്റുന്ന പോലെ ചെയ്തു. പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി കിട്ടട്ടെ. ഇനി വരും വർഷങ്ങളിലും നമുക്കിതുപോലെ തുറന്നു പോകാൻ സാധിക്കട്ടെ. ഇനി നാളെ മുതൽ നമ്മൾ പഴയ രീതിയിൽ ഡിവോട്ടീസ് അവരുടെ എക്സ്പീരിയൻസ് പറയുന്നു. അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നാളെ മാലതി ടീച്ചർ, ഡോക്ടർ മാലതി, അവർ പയ്യന്നൂർ കോളേജിലെ പ്രൊഫസറാണ്, റിട്ടയർഡ് പ്രൊഫസറാണ്. മാം അവരുടെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ബാലവികാസ് ഗുരുവൊക്കെ ആയിട്ട് നാളെ പങ്കുവയ്ക്കും. തുടർന്ന് നമ്മളിനി 2 മാസം കഷ്ടിച്ചുള്ളൂ. എല്ലാവരും പങ്കെടുക്കണം തീർച്ചയായിട്ടും. ഇത്രയും ദിവസങ്ങൾ ഇത് നമ്മൾ ഒരു സാധനയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോയി. അത് ഭഗവാന്റെ അനുഗ്രഹപൂർണ്ണമായി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെല്ലാം പാർവത്മങ്ങൾ സമർപ്പിക്കുന്നു. ജയ് സായിരാം. സായിരാം. ക്വിസ് പ്രോഗ്രാമില് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത സത്യഭാമിക്കും ശ്യാമളയ്ക്കും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും അറിയാമായിരുന്നു ഉത്തരങ്ങളൊക്കെ, എല്ലാവരും മിണ്ടാതിരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടാളും അതിന് ഇത്രയധികം നന്നായിട്ട് പങ്കെടുത്താൽ വളരെ സന്തോഷമുണ്ട്. സായിരാം.